കുറച്ച് ദിവസം കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. വീട്ടു സാധനം എന്ന് അങ്ങനെ പറയാൻ വെച്ചാൽ അടുക്കളയിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊന്നുമല്ല, അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അടുക്കളയിലേക്ക് വേണമെന്ന് കുറേ ദിവസങ്ങൾ കൊണ്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഒന്ന് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കടയിലോട്ടൊന്ന് മേടിക്കാൻ വന്നത്. ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി ഒന്നിച്ചിങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങി കൊടുത്തി എന്നാൽ ഇതുകൂടെ മേടിച്ചൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റീൽ പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സ്റ്റീൽ പാത്രം എടുക്കാനാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രവും ജഗ്ഗും കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് എൻ്റെ പാത്രങ്ങളൊന്നും കാണാനില്ലതേ. കുറച്ച് കാലങ്ങളൊക്കെ ഉണ്ട് അച്ചുവാണ് അടുക്കള ഭരണത്തിൽ. അടുക്കള ഭരണം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്, പാത്രം കഴിച്ചയും കാര്യങ്ങളൊക്കെ അച്ചുവിൻ്റെ രീതിക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മിക്ക പാത്രങ്ങളും എൻ്റെ കാണാനില്ല. എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ മേല, സ്പൂണ് കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നൊക്കെ കാണാതെ പോയ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ. ജഗ്ഗൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഈ പൊട്ടുന്ന സൈസായിരുന്നു. അതെല്ലാം പൊട്ടിയൊക്കെ പോയി. ഒരു ജഗ്ഗും അത്യാവശ്യമായിട്ട് എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടാത്ത അപ്പനെയും അമ്മയും കൂടപ്പിറപ്പുകളെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അതിനകത്ത് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അതിനകത്ത് കയറി നമ്മൾ ഒന്നിനും പിന്നെ പുറത്ത് പോകണ്ട, എല്ലാ സാധനങ്ങളും ഉണ്ട് ആ ബിൽഡിങ്ങിനകത്ത്. അപ്പം അവിടെ വന്ന് കുറച്ച് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഗ്ലാസ് കാര്യങ്ങളൊക്കെ എനിക്ക് മേടിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു. എല്ലാം ഇങ്ങോട്ട് ഇപ്പോൾ ഇതൊക്കെ അച്ചുവാണേ. അച്ചു അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് മാലയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ നോട്ടമൊക്കെ ഉള്ളൂ കേട്ടോ, പക്ഷേ ഈ മേടിക്കലൊന്നുമില്ല. എല്ലാം കാണുന്നതൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് മേടിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ മേടിച്ച് വെക്കുന്നോ അങ്ങനെ ഉപയോഗിക്കുന്ന രീതി അവൾക്കും ഇല്ല, എനിക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാണാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നും കാണിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം അതൊന്നിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പതിയെ ഇങ്ങ് പോകുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പോരുക അതേ ഉള്ളൂ. ഇതിനകത്ത് കയറി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എന്നതാണ് മേടിക്കേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ പൂക്കളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമാണ്. പിന്നെ എന്നെ പോയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം ഒന്ന് കണ്ട് നമുക്ക് വേണ്ടതൊക്കെ മേടിച്ചോട്ട് ഇനി താഴെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, ക്രീമ കാര്യങ്ങളൊക്കെ. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാലും കണ്ണാൻ നിൽക്കും കേട്ടോ, എന്നെ നോക്കി കേട്ടോ. അമ്മേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തലയും കുത്തി വീടില്ലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ബ്ലോഗറെയൊക്കെ കണ്ട് വന്ന് ഇടയ്ക്ക് ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. അരിപ്പ കാര്യങ്ങൾ, കുറച്ച് ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ വീട്ടിൽ വന്നു.